നമസ്കാരം. ബംഗ്ലാദേശിൽ പുതിയതായി അധികാരമേൽക്കുന്ന താരിഖ് റഹ്മാൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കില്ലെന്ന് റിപ്പോർട്ടുകൾ. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ ഇന്ത്യ സന്ദർശനവുമായി ബന്ധപ്പെട്ട തിരക്കുകൾ മൂലമാണ് പ്രധാനമന്ത്രി ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കുന്നത്. ഫെബ്രുവരി 17 മുംബൈയിൽ വെച്ച് മാക്രോണുമായി മോദി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ഇന്ത്യ, പാകിസ്ഥാൻ പ്രധാനമന്ത്രിമാരെയും ചൈനീസ് പ്രസിഡന്റിനെയും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ക്ഷണിച്ചിട്ടുണ്ട്. സാർക്ക് രാജ്യങ്ങളിലെ നേതാക്കളെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചതായാണ് വിവരം. പ്രധാനമന്ത്രിക്ക് പകരം ഉപരാഷ്ട്രപതിയോ വിദേശകാര്യമന്ത്രിയോ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ചടങ്ങിൽ പങ്കെടുത്തേക്കാം. ഷെയ്ഖ് ഹസീന പുറത്തായതിനു ശേഷം നടന്ന ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ 300-ൽ 209 സീറ്റുകൾ നേടിയാണ് BNP അധികാരം പിടിച്ചെടുത്തത്. താരിഖ് റഹ്മാൻ മത്സരിച്ച 2 മണ്ഡലങ്ങളിലും വലിയ ഭൂരിപക്ഷത്തിലും വിജയിച്ചു. സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുമായി താരിഖ് റഹ്മാൻ ചർച്ചകളും നടത്തും. രാജ്യ താൽപര്യങ്ങൾ മുൻനിർത്തിയാകും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായുള്ള ബന്ധമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഫെബ്രുവരി 17 താരിഖ് റഹ്മാനും ചെറിയൊരു മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയെന്ന് BNP വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. 299 സീറ്റുകളിൽ 209 എണ്ണവും തൂത്തുവാരിയ BNP 20 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഭരണത്തിൽ തിരിച്ചെത്തുന്നത്. ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ പതനത്തിന് ശേഷം നടന്ന ആദ്യ പൊതുതെരഞ്ഞെടുപ്പ് ഏഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്കാണ് വഴിയൊരുക്കുന്നത്. BNP ചെയർമാൻ താരിഖ് റഹ്മാൻ ബംഗ്ലാദേശിന്റെ പുതിയ പ്രധാനമന്ത്രിയാകും. BNPക്ക് വലിയ വെല്ലുവിളിയാകുമെന്ന് കരുതിയിരുന്ന ജമാഅത്തെ ഇസ്ലാമി വെറും 68 സീറ്റിലാണ് ഒതുങ്ങിയത്. ഹസീനയുടെ അവാമി ലീഗിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വിലക്കുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി താരിഖ് റഹ്മാനെ വിളിച്ച അഭിനന്ദനവും അറിയിച്ചിരുന്നു. ഹസീനയുടെ പുറത്താകലിന് ശേഷം ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിലുണ്ടായ വിള്ളലുകൾ പരിഹരിക്കാൻ പുതിയ സർക്കാർ മുൻഗണന നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഇന്ത്യയിൽ അഭയം തേടിയ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ വിചാരണ നടപടികൾക്കായി വിട്ടുകിട്ടണമെന്നും BNP ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയുമായി നല്ല സൗഹൃദം ആഗ്രഹിക്കുമ്പോഴും ഹസീന നിയമ നടപടികൾ നേരിടണമെന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നും BNP നേതാവ് സലാഹുദ്ദീൻ അഹമ്മദ് വ്യക്തമാക്കിയിട്ടുണ്ട്. പാർലമെന്റിന് ഉപരിസഭയും പ്രധാനമന്ത്രിക്ക് 2 ടേം മാത്രം ഭരണവും നിർദ്ദേശിക്കുന്ന ജൂലൈ നാഷണൽ ചാർട്ടർ പരിഷ്കരണങ്ങൾക്കും ജനങ്ങൾ വൻ ഭൂരിപക്ഷത്തോടെ അംഗീകാരം നൽകിയിട്ടുണ്ട്. ബംഗ്ലാദേശിൽ ജനാധിപത്യത്തിന്റെ പുതിയ സൂര്യോദയം പ്രഖ്യാപിച്ചുകൊണ്ട് നിയുക്ത പ്രധാനമന്ത്രി താരിഖ് റഹ്മാൻ പ്രതീക്ഷയുടെ സന്ദേശമാണ് നൽകുന്നത്. തെരഞ്ഞെടുപ്പിൽ 3/2 ഭൂരിപക്ഷം നേടി BNP അധികാരമുറപ്പിച്ച ശേഷം ആദ്യമായി മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് അദ്ദേഹം തന്റെ നയം വ്യക്തമാക്കിയത്. ബംഗ്ലാദേശിൽ എന്തു വില കൊടുത്തും ക്രമസമാധാനം നിലനിർത്തുമെന്നും വിദ്വേഷ രാഷ്ട്രീയത്തിന് ഇനി സ്ഥാനമില്ലെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സുരക്ഷിതവും മാനുഷികവുമായ ഒരു ബംഗ്ലാദേശ് കെട്ടിപ്പടുക്കുന്നതിന് എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ്. രാജ്യം പുനർനിർമ്മിക്കുന്നതിൽ ഓരോ പൗരനും ഉത്തരവാദിത്തമുള്ള പങ്ക് വഹിക്കണം. ഇന്നു മുതൽ ബംഗ്ലാദേശിലെ ഓരോ ജനതയും സ്വതന്ത്രരാണെന്നും താരിഖ് റഹ്മാൻ പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിലെ അടിച്ചമർത്തലുകളിൽ നിന്നും വിവേചനങ്ങളിൽ നിന്നും രാജ്യത്തെ മോചിപ്പിക്കുമെന്ന ഉറച്ച പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയത്. ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ പതനത്തിന് ശേഷം രാജ്യം നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കാനും തകർന്ന സമ്പദ്വ്യവസ്ഥയും ക്രമസമാധാന നിലയും തിരികെ കൊണ്ടുവരാനാകും താരിഖ് റഹ്മാൻ മുൻഗണന നൽകുക. 20 വർഷത്തിനു ശേഷം അധികാരത്തിലേറുന്ന BNPക്ക് മുന്നിൽ വലിയ പ്രതീക്ഷയാണ് ബംഗ്ലാദേശ് ജനത വെച്ചു നീട്ടുന്നത്.